भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी। രാവിലെ നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ ചെന്ന് നല്ല ചൂട് പൊറോട്ടയും അതിൻ്റെ മുകളിലൊരു ഇച്ചിരി ബീഫ് റോസ്റ്റും അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയൊക്കെ ഇട്ട് കഴിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ തോന്നുന്നത്? നല്ലതായിരിക്കും. നമ്മൾ പറഞ്ഞു വരുന്നത് കേരള സ്റ്റോറിയെ പറ്റിയാണ്. കേരള സ്റ്റോറി ആദ്യത്തെ ഭാഗം ഇറങ്ങിയപ്പോൾ നമുക്ക് കാണുമ്പോൾ ദേഷ്യമൊക്കെയാണ് വരുന്നെങ്കിലും ഇപ്പം കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇപ്പോഴത്തെ കണ്ടപ്പോൾ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. അതിനുശേഷം വന്ന പ്രതികരണങ്ങളൊക്കെ ഉണ്ടല്ലോ. യഥാർത്ഥത്തില് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാല് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാം, ബീഫ് കറി എങ്ങനെ രുചികരമായിട്ട് കഴിക്കാം, ബീഫ് ഫ്രൈ നല്ല ബീഫ് ഫ്രൈകൾ കിട്ടുന്ന കടകൾ ഏതൊക്കെയാണ്, അങ്ങനെ അങ്ങനെ പോകുന്നത്. നമ്മുടെ മലയാളിയുടെ പ്രതികരണ ശേഷി, ഈ മറ്റേ കൗണ്ടർ അടിക്കാനുള്ള കഴിവുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എങ്ങോട്ട് തിരിച്ചാലും ഇതാ. ആരോ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കാണ്, ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ ബീഫ് കുത്തിക്കയറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെയാണ്. ബീഫ് മലയാളിയുടെ വികാരമല്ലേ, ഈ പൊറോട്ടയിൽ ആ ബീഫൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കുന്ന ഓർത്തിട്ട് എന്നെ കൊതിയാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പോ ബീഫിനെ സംബന്ധിച്ച് ഈ ഏത് മീറ്റ് ആണെങ്കിലും ഏത് ആഹാരമാണെങ്കിലും ഒന്നിനെ കൊന്നിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് ശവമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അത് ചിക്കൻ ആണെങ്കിലും പശു ആണെങ്കിലും ഇതിനെല്ലാം ഇരിക്കുന്ന ജീവൻ ഒന്ന് തന്നെയാണ്. ജീവനോട് ഇരിക്കുന്ന കോഴി എടുത്ത് കടിക്കാൻ പറ്റൂല, പറ്റത്തില്ല. അതെ, ഇപ്പോ മനുഷ്യന്റെ പരിണാമം തൊട്ട് പിന്നീട് നമ്മൾ കണ്ടതാണ്. ഇപ്പോ ശാസ്ത്രം വരെ പറയുന്നത് മനുഷ്യന്റെ ബ്രെയിൻ ഇത്രത്തോളം വളർന്നത് മനുഷ്യൻ മാംസാഹാരം എന്നുകൂട്ട് കഴിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ടാണ് മനുഷ്യന്റെ ബ്രെയിൻ വളർന്നു തുടങ്ങിയത്, മനുഷ്യൻ മറ്റൊരു രീതിയിലേക്ക് വളർന്നു തുടങ്ങിയത് നമ്മൾ കേട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ കാട്ടുതീയൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് മനുഷ്യൻ മാംസത്തെ, അതായത് ചുട്ടുകരിച്ച് തിന്നാൻ തുടങ്ങിയത്. നമ്മള് പഴയ അത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ആക്സിഡന്റൽ ആയിട്ട് ഫോറസ്റ്റ് ഫയർ ഉണ്ടാകുന്നു, അതിൽ മൃഗങ്ങൾ മരിച്ചു പോകുന്നു, അത് പെട്ടെന്ന് എടുത്ത്. ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, മരങ്ങളൊക്കെ കൂട്ടിയിരിക്കും ശബ്ദം ഉണ്ടാകും, ഇനി ഇവിടെ കാണാൻ തീ ഉണ്ടാകും എന്നുള്ള. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് തീ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ചത്തുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് അതിനെ മനുഷ്യൻ ഭക്ഷിക്കാൻ തുടങ്ങി, അതിൽ രുചിയുണ്ടെന്ന് മനസ്സിലാക്കി, പിന്നീട് മസാലകൾ കണ്ടെത്തി, മസാലകളിട്ട് ഇന്ന് കാണുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലായിടത്തും നമ്മൾ മാംസം കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ ഇപ്പോൾ കേരള സ്റ്റോറിയിലൂടെ നമ്മൾ മനസ്സിലാവുന്നത് കേരളത്തിൽ ബീഫ് കഴിക്കുന്നത് വളരെ വലിയ കുറ്റമാണ്, അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചാണ് കേരളത്തിൽ ഫുഡ് കഴിപ്പിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബീഫ്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതെ, അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ പശുവിനെ കൊന്നിട്ട് കയറ്റുമതി ചെയ്യാം, അതിനൊരു വിഷയവുമില്ല. പക്ഷെ പശു അല്ലേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാള, പോത്ത്, ഇതിനെയൊക്കെയാണ് ബീഫ് എന്ന് പറയുന്നത്. എന്തിനെ തന്നെ ആയാലും കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ ബീഫിനെ കഴിച്ചു എന്ന് പറഞ്ഞ് അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഗണപതിയുടെ വാഹനമാണ് എലി, എലിയെ മനുഷ്യർ കൊല്ലാറില്ലേ? എലി പെട്ടി അതിനെ ഉണ്ട് കേരളത്തിൽ, അതല്ല എല്ലായിടത്തും. ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ എലിയൊക്കെ വളരെ രുചികരമായിട്ട് കഴിക്കും എന്ന് പറഞ്ഞ് നാളെ എണീറ്റ് ഗണപതി ഫാൻസ് വന്നിട്ട് നാളെ മുതൽ ചൈന നിരോധിക്കണമെന്ന് പറഞ്ഞാൽ അവിടത്തുകാർ ഇത് കേൾക്കുവോ? ഓരോരുത്തരുടെ ഭക്ഷണ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടമാണ് എന്ത് കഴിക്കാന്നുള്ളത്. ഇപ്പോ ഈ ബീഫിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വിഷയം പോർക്കാണ്. നമ്മൾ പറയാതെ പോകരുത്, അത് അടുത്ത യൂണിവേഴ്സ് ആണ്. അല്ല, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഏതോ ഒരു മുസ്ലിയാരുടെ ഒരു വീഡിയോ കണ്ടു. ഇപ്പോൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ബീഫ് ഫെസ്റ്റ് നടത്തുന്നു. അപ്പോൾ പോർക്ക് ഫെസ്റ്റ് നടത്തിയാൽ എന്താണ് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പോർക്ക് നിങ്ങൾക്ക് കഴിക്കണോ, നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ ആസ്വദിച്ച് കഴിച്ചോളൂ. ബീഫ് നിങ്ങൾക്ക് കഴിക്കണോ, ആസ്വദിച്ച് കഴിച്ചോളൂ, അതിനൊരു വിഷയവുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഒരു സമൂഹത്തിൽ അവരുടെ പുരാണപരമായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് പോർക്ക് കഴിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. അപ്പോൾ അവര് കഴിക്കാതിരിക്കുക, നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഒരു കാര്യം ആലോചിക്കണേ, ഇവരാരും പോർക്ക് കഴിച്ചത് കൊണ്ട് തെറ്റാണ്, പോർക്ക് കഴിച്ചത് പാപമാണ്, നിർബന്ധിച്ച് പോർക്ക് കഴിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാൻ തയ്യാറായിട്ടില്ല. അല്ല, ഞാൻ എങ്ങും കണ്ടിട്ടില്ല പോർക്ക് കഴിച്ചതിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടായതായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ അതാണ്, ഓർമ്മയിൽ പോലും വരുന്നൊരു സംഘർഷം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ
ബീഫിന്റെ പേരിൽ ആൾക്കാരെ തല്ലുന്നത്, കെട്ടിയിട്ട് തല്ലുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും മനുഷ്യരെ കൊല്ലുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ വസ്ത്രമായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, അതൊക്കെ ഓരോ മനുഷ്യരുടെ സ്വാതന്ത്ര്യമാണ്. അതിലൊക്കെ കയറി കൈ കടത്തി എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. കേരള സ്റ്റോറി ഒരു പ്രൊപ്പഗൻഡയാണ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് കേരളത്തിലെ ആളുകൾ ഇതിനെ പരിഹസിച്ചായിരിക്കും കളയുന്നത്. ഇപ്പോൾ നമ്മളതിനായിക്കേ എന്താണ് ഇതെന്നൊക്കെ പറഞ്ഞ് കളയും. പക്ഷേ ഇതിനെ ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ കേരളത്തിന് പുറത്തുണ്ട്. ഇത് നമ്മൾ ഒരു സിനിമ പോലുള്ള സാധനങ്ങളൊക്കെ, സിനിമയൊക്കെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എഴുതിയിടുന്നുണ്ട്, നമ്മൾ മാധ്യമപ്രവർത്തകർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇവിടെ പലയിടത്തും രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കിടക്കുകയാണ്. ഇത് റിയാലിറ്റി ആണെന്ന് ചിന്തിക്കുന്ന ഒരുപാടധികം മനുഷ്യരുണ്ട്. നമ്മുടെ 2 തലമുറയ്ക്ക് ശേഷം ഈ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു യുവാവ് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള യുവാവ്, കേരളത്തിലെ സാഹചര്യം മാറാൻ സാഹചര്യമില്ല. ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 തലമുറ എന്ന് പറയുമ്പോൾ എന്റെയും എന്റെ അടുത്ത ഒരാളുടെയും കൂടെ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ചിന്തിക്കും ഇങ്ങനെ സിനിമ എടുത്തിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടായിരിക്കും ഒരു സിനിമ എടുക്കുന്നത്. അങ്ങനെ അതാണ് ഈ പറഞ്ഞ പ്രൊപ്പഗാൻഡകൾ. അന്ന് വേണമെങ്കിൽ സൃഷ്ടിക്കാം. ഇതിപ്പോ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ വിശ്വസിച്ചു ഇങ്ങനെയൊക്കെ വിഷയം നടന്നിട്ടുണ്ടോ. ശരിയാണ്. നമ്മുടെ ബുദ്ധിവികാസത്തെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ 10 വർഷം മുമ്പ് നമ്മൾ കേട്ടുള്ള കഥകളല്ല നമ്മൾ ഇന്ന് അതിനെ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന രീതിയോ ആംഗിളുകളോ അതേ അല്ല. അതെ, നമുക്കറിയാം പല മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ നമുക്കറിയുന്ന വലിയ ഫിഗറിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ, മരിച്ചുപോയവരൊക്കെ, അവർക്കൊരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു കഥ അടിയിലുണ്ട്. അത് പലർക്കും അറിയില്ല. നമ്മളൊക്കെ ഇതിന്റെ പുറകെ അന്വേഷിച്ചും വായിച്ചും പഠിച്ചുമൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ പല കഥകൾ കേൾക്കുന്നുണ്ട്. പല ഈ പറഞ്ഞ 18+ കഥകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അതൊന്നും സാധാരണ ജനം അറിയുന്നില്ല. അതുപോലെയാണ് ഈ സിനിമകളൊക്കെ. ഇപ്പോൾ നോർത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും, അവരുടെ കൊളീഗ്സ് ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും കേരളത്തിൽ ഇങ്ങനെയാണ്. ലവ് ജിഹാദ് ഉണ്ടാകുന്നു, പാവപ്പെട്ട പെൺകുട്ടികളെ മതം മാറ്റി അവരെ കൊണ്ട് ബീഫ് കഴിപ്പിച്ച് അവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ കുറച്ച് മുന്നേ ഒരു പോസ്റ്റ് വായിച്ചതാണ്. ഒരു മാധ്യമപ്രവർത്തക എഴുതിയിരിക്കുകയാണ്, ഇനി SFI DYFIക്കാരോടാണ് പറയുന്നത്, ഈ യുവജന പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ ഇനി ഒരൊറ്റ എണ്ണം എന്നെ വിളിച്ചു വരുത്, മാധ്യമ സെമിനാർ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും, നീയൊക്കെ ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ട് എന്നെ ഒരു വാക്ക് വിളിച്ചോടാന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വൈബ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറെ ആരോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്നും കഞ്ഞിയും പയറുവാ കഴിക്കാറുള്ളത്, അതെന്റെ സാമ്പത്തിക സ്ഥിതിയാണ്, ആരെങ്കിലും എന്നെ വിളിച്ച് വായില് ബീഫ് കുത്തിക്കേറ്റതാ ഞാൻ വരാം പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ രാഹുലിനെ വിളിക്കുകയാണ്, രാഹുൽ വൈകിട്ട് നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവാന്ന് വെച്ചാൽ ബാക്കി എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് നമ്മളതിന് പോവാണ്. അതാണ് നമ്മുടെ ഒരു വൈബ്. നമ്മള് വ്യത്യസ്തമായിട്ടുള്ള നല്ല രുചിയുള്ള ആഹാരങ്ങൾ എവിടെ കിട്ടിക്കഴിഞ്ഞാലും പോകും. അതാണ് മലയാളികളുടെ ഒരു സ്വഭാവം. അപ്പോൾ ബീഫ് ആളുകൾ കൂടുതലും കഴിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് ചൂടാക്കി നല്ല മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി, അതായത് 5 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ സ്ലോ കുക്ക് ചെയ്ത് വിറകടുപ്പില് ഒരു ഉരുളി എടുത്ത് അങ്ങോട്ട് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ബീഫും മസാലകളും. എനിക്കൊന്ന് കോഴിക്കോടേക്ക് പോയാൽ മതി. കോഴിക്കോട് ഇടയിൽ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. രാവിലെ 5 മണി തൊട്ട് ക്യൂ ആണ് ബീഫ് കഴിക്കാൻ വേണ്ടി. ഞാൻ തിരുവനന്തപുരത്തെ ഗുഡ് മോർണിംഗ് ഹോട്ടലിന്റെ കാര്യം പറഞ്ഞില്ലേ, രാവിലെ പോയിരുന്നില്ല കഴിഞ്ഞ ദിവസം. ഈ വലിയ ഹോട്ടലിൽ വരുന്നതിന് മുന്നേ അതൊരു ചെറിയ ഹോട്ടലായിരുന്നു. 3 ടേബിൾ ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കുറച്ച് പേർക്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് കിച്ചൺ. പുകയൊക്കെ വരും. പക്ഷെ ഈ പുകയിലും ഈ ചൂടത്തും ആൾക്കാർ പുറത്തു വന്ന് കാവൽ നിന്ന് ഒരു സീറ്റ് കിട്ടി പോയിരുന്ന് പൊറോട്ടയും ബീഫും കഴിക്കും. പറയുമ്പോൾ പോലും വായിൽ വെള്ളം വരുന്നു. അതുപോലെ ഈ പറഞ്ഞ ബീഫിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഇറ്റലിയിലായിരുന്നു 5 വർഷമായിട്ട്. അപ്പോൾ ആ പുള്ളി നാട്ടിൽ വന്നിട്ട് ഒരു 3 മാസം മുന്നേ എന്നെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അവൻ പറഞ്ഞു, ഇറ്റലിയിൽ കിടന്ന് മനുഷ്യൻ്റെ നാക്ക് മരവിച്ചു, എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കണമെന്നാണ് അവൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ അവൻ പൊറോട്ടയും ബീഫും കഴിച്ചു. അന്ന് ഞങ്ങൾ കുറേ ഫുഡൊക്കെ കഴിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം എന്നെ വീണ്ടും കാണാൻ വന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞ പൊറോട്ടയും ബീഫും. ഞാൻ ചോദിച്ചു, മടുത്തില്ലേ? ഇല്ലടി, എല്ലാ ആഴ്ചയും കഴിക്കുന്നുണ്ട്, മടുക്കുന്നില്ല എന്ന്. അതുപോലെ മടുക്കാത്ത കേരളത്തിന്റെ വികാരമായ ബീഫിനെയാണ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബീഫ് ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പായിരിക്കും, സത്യമാണ്. ബീഫ് ഒറ്റയ്ക്ക് കഴിച്ചാൽ ഇഷ്ടമാണ്. ബീഫിന്റെ കൂടെ ഒന്നെങ്കിൽ പൊറോട്ട വേണം, അല്ലാതെ ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞാല് ശരിയാണ് 2-3 പീസ് കഴിക്കുമ്പോഴത്തേക്ക് ചവച്ച് നമ്മള് ക്ഷീണിക്കും. അതിന്റെ കൂടെ ഒരു പൊറോട്ടയൊക്കെ ഇങ്ങനെ കുഴച്ച്
ചാറിലൊക്കെ മുക്കി അങ്ങനെ കഴിക്കുമ്പോൾ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്ല, ഇതിന്റെ മറ്റൊരു മുഖം നമ്മൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ ഇതിനെ തമാശ രൂപേണയായിരിക്കും കാണുന്നത്. ഇപ്പോൾ എനിക്കറിയാവുന്ന BJP അല്ലെങ്കിൽ RSS ഇവരാണല്ലോ കൂടുതലും പുറത്ത് എതിർക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ, ബീഫ് കഴിക്കുന്ന ആളുകൾ എനിക്കറിയാം കൃത്യമായിട്ട്. ബീഫ് ഇല്ലാതെ ആഹാരം ഇറങ്ങാത്ത ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ചിലപ്പോൾ അവരുടെ ആശയങ്ങളിൽ അവർ പറയും ബീഫ് കഴിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോഴും ബീഫ് കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ തട്ടിപ്പറിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ഉള്ളിക്കറി വിവാദമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ. അപ്പോ ഇതിനകത്ത് എനിക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട്, അതായത് കേരള സ്റ്റോറി ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒമേഗളിൽ വെച്ച് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ച് വന്ന സമയത്ത് അവരെന്നോട് ചോദിക്കുകയാണ് കേരള സ്റ്റോറി ഈസ് റിയൽ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ചോദിക്കുകയാണ്. ഞങ്ങളെല്ലാം അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി, ഇങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവര് വിശ്വസിച്ചു. അത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തർക്കിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്, കേരളത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇത് കേരളത്തിന്റെ കഥയാണ് എന്നോട് തന്നെ തർക്കിക്കുക. അതായത് മുസ്ലിങ്ങളൊന്നും നിങ്ങളെ അടുപ്പിക്കത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ, മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുവോ, ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ. ബേസിക്കലി ഈ കേരള സ്റ്റോറി മുന്നോട്ട് വെക്കുന്നത് ഈ പറഞ്ഞ ഈ ബീഫിന്റെ പ്രശ്നം മാത്രമല്ല, ഈ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇസ്ലാമോഫോബിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് മഹാരാഷ്ട്രയിലാണ് അവരുടെ വീട്. അപ്പൊ അവര് ഇങ്ങോട്ട് ചോദിക്കാണ് ഇത് യാഥാർത്ഥ്യം. എൻ്റെ അടുത്ത് പറയാ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അപ്പൊ അത്രത്തോളം അവരതിനെ യാഥാർത്ഥ്യമാക്കി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതെ. ഇപ്പൊ ഈ കേരള സ്റ്റോറി ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഇത് അതേപോലെ തന്നെ അവിടെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവിടുത്തെ ആളുകൾ ഇതിന് വലിയൊരു ക്യാൻവസ് പുറത്തുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു 20 വർഷം കഴിഞ്ഞ് കേരളത്തിന്റെ കാര്യം പോട്ടെ, ഈ 20 വർഷം കഴിഞ്ഞ ഒരു നോർത്തിലെ ഒരു വ്യക്തി ഇത് കാണുകയാണെങ്കിൽ അതവിടെ ചാപ്പ കുത്തി കഴിഞ്ഞു. കേരളത്തിൽ ലവ് ജിഹാദാണ്, കേരളത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. കഥ കേരളത്തിലാണെങ്കിലും ഇതിന്റെ പ്രതിഫലം പറ്റുന്നത് മറ്റു സംസ്ഥാനങ്ങളിലാണ്. അതെ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു. ഏതോ ഒരു മീറ്റ് ഷോപ്പ് അടപ്പിക്കാൻ വേണ്ടി, ഒരു മുസ്ലിമിന്റെ മീറ്റ് ഷോപ്പ് അടപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞ RSS പ്രവർത്തകരാരോ വരുന്നതും, അപ്പോൾ കൂടെയുള്ള ബാക്കിയുള്ള ഷോപ്പ് ഓണേഴ്സ് ഒക്കെ വന്ന് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതും കാണുന്നുണ്ട്. പക്ഷെ എത്രത്തോളം പോസിബിൾ ആകും? ചില സ്ഥലങ്ങളിൽ എത്രയോ മനുഷ്യർ വേട്ടയാടപ്പെടും, എത്രയോ മനുഷ്യരെ കൊന്നു കളയും. അല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ പലപ്പോഴും കേരളത്തിലല്ല ഭാരതത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഇത്ര പരിധിയിൽ ബീഫ് കയറ്റിക്കൂടാ, അങ്ങനെയുള്ള പലതും ഉണ്ട്. ഇപ്പം ആചാരങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ, കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഭക്തിയോടെ വരുന്നൊരു സ്ഥലമാണ്, അവിടെ ഒഴിവാക്കാം. അല്ലാതെ തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബീഫ് വിൽക്കപ്പെടുന്നുണ്ട്. ബീഫ് വിൽക്കുന്ന സ്ഥലങ്ങൾ വിൽക്കാം, അതിനൊരു തെറ്റുമില്ല. കഴിക്കുന്നവർക്ക് കഴിക്കാം. ഇപ്പൊ നമ്മളൊരു വെജിറ്റേറിയൻ ഫ്രണ്ടിനെ കാണുമ്പോ അയ്യേ നീ ഇതാണോ കഴിക്കുന്നത് നമ്മളാരും ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ തിരിച്ചും ചോദിക്കാതിരിക്കാം. ബീഫ് കഴിക്കണം എന്നുള്ളവര് കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, നിങ്ങൾ കണ്ണടച്ച് പോക്കോ. അല്ല, ഇതെല്ലാം ചോയ്സാണ്. ഇപ്പം ഞാൻ വെജിറ്റേറിയൻ ആവണോ വേണ്ടയോ എന്നുള്ളത് എന്റെ ചോയ്സാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ബീഫ് കഴിക്കണോ വേണ്ടയോ എന്നത് എന്റെ ചോയ്സാണ്. ഇപ്പോൾ അലർജി ഉള്ള ആളുകളുണ്ട്, ബീഫ് കഴിക്കുമ്പോൾ ശാരീരികമായിട്ട് അലർജി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അറിയാവുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ചൊറിച്ചിൽ വരും, അല്ലെങ്കിൽ മോണയിൽ ഭയങ്കര വിഷയങ്ങൾ വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ആളുകളുണ്ട്. അവര് ആ ബുദ്ധിമുട്ട് കൊണ്ട് ബീഫ് കഴിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ സംഖ്യപ്പട്ടം ചാർത്തുന്ന പല ആളുകളുണ്ട്. അതൊക്കെ തെറ്റാണ്. ബീഫ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അത് പിടിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അത് കഴിക്കരുത്. അല്ലെങ്കിൽ മറ്റ് റോ മീറ്റുകൾ, ഇന്ന് മീറ്റുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മീറ്റുകളെ പച്ചക്ക് കഴിക്കുന്ന ആൾക്കാർ വരെ ഇപ്പോൾ ഉണ്ട്. അതായത് നമ്മുടെ മറ്റേ ബൂബ പ്രൊനൗൺസിയേഷൻ ശരിയാണോന്ന് അറിയില്ല. പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ പുള്ളി റോ മീറ്റ് ഒക്കെ സൂപ്പർ ആയിട്ട് കഴിക്കും. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അതിനെ കൊന്ന് അപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതാണ് നല്ലത്. ബേസിക്കലി അത് തന്നെയാണ്. അപ്പൊ അത് ചൂടോടെ മീറ്റ് കഴിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ പച്ചക്ക് കഴിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാക്ടീരിയകൾ, വിരകൾ, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം പക്ഷിപ്പനിയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ കോഴികൾക്കുണ്ടാകുന്ന ചില ബാക്ടീരിയകൾ അത് ഈ മാംസത്തിൽ തന്നെ തങ്ങി നിൽക്കുകയും അത് പിന്നീട് കഴിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത് കടൽ മത്സ്യം കഴിച്ച് മരണപ്പെടുന്ന കുറച്ച് ആളുകളുടെ ഇത് നമ്മൾ കണ്ടിരുന്നു. ബീഫ് കഴിച്ച് മരിച്ച ആരെ എനിക്കറിയില്ല. അലർജി ഉണ്ടാവുന്ന സംഭവങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബീഫ് അലർജി ഉള്ള ആൾക്കാരുണ്ട്, ചൊറിച്ചിലും പ്രശ്നമൊക്കെ വരുന്ന. അലർജിയൊക്കെ എസ്കലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഫേറ്റൽ ആകുമായിരിക്കാം. പക്ഷെ കഴിക്കാൻ ആരോഗ്യമുള്ളവർ, താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ, ഇതുപോലെ വാങ്ങി കഴിക്കാൻ പൈസ ഉള്ളവർ വാങ്ങി കഴിക്കട്ടെ.